Shbola bola brovel ruho kadisho. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും നീക്കും ശരിയപ്പെടുമാറാകണമേ. സഹോദരങ്ങളെ, ജീവപ്രദമായി പരിശുദ്ധ കുർബാന സഭയ്ക്ക് മുഴുവനും വേണ്ടിയും കാഴ്ചവെക്കുന്നതിന് ഞാൻ യോഗ്യനാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. കർത്താവ് അങ്ങയുടെ പ്രാർത്ഥനകൾ കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും കുർബാന കൈക്കൊണ്ട് അങ്ങയോടുകൂടെ ഞങ്ങളെ സമർപ്പിക്കുകയും ചെയ്യട്ടെ. നീതിപ്രിയരുടെ നിലയത്തിൽ സംസ്തുതിയുടെ രക്ഷാഗാനം ദാവീദുരാജൻ പരിശുദ്ധൻ റൂഹ പാടി. മഹത്വമുള്ള യേശയ്യാ ദീർഘദർശിയുടെ പുസ്തകത്തിൽ നിന്നും ബാർക്കുമോ. ദീർഘദർശിമാരുടെ സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ജനതകളിൽ അവശേഷിച്ചവരെ ഒരുമിച്ചുകൂടി അടുത്തു വരുവിൻ. തടി കൊണ്ടുള്ള വിഗ്രഹം പേറി നടക്കുകയും രക്ഷിക്കാൻ കഴിവില്ലാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവർ അജ്ഞരാണ്. നിങ്ങളുടെ ന്യായവാദം ഉന്നയിക്കുവിൻ, അവർ കൂടി ആലോചിക്കട്ടെ. പുരാതനമായി ഈ കാര്യങ്ങൾ പണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞതാരാണ്? കർത്താവായി ഞാൻ തന്നെയല്ലേ? ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാനല്ലാതെ നീതിമാനായ ദൈവവും രക്ഷകനുമായി മറ്റാരുമില്ല. ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞു രക്ഷപ്പെടുക. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാൻ ശബ്ദം ചെയ്തിരിക്കുന്നു, ഒരിക്കലും തിരിച്ചെടുക്കാത്ത നീതിയുടെ വാക്ക് എന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. എല്ലാവരും എൻ്റെ മുമ്പിൽ മുട്ടുമടക്കും, എല്ലാ നാവും ശപഥം ചെയ്യും. നീതിയും ബലവും കർത്താവിൻ്റെ മാത്രമെന്ന് എന്നെക്കുറിച്ച് മനുഷ്യർ പറയും. അവിടുത്തെ എതിർക്കുന്നവരെല്ലാം അവിടുത്തെ മുമ്പിൽ ലജ്ജിതരാകും. ഇസ്രായേലിൻ്റെ സന്തതികൾ കർത്താവിൽ വിജയവും മഹത്വവും കൈവരിക്കും. ബാർക്കുമോ. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാ കാണുന്നു. വെളിവി അടിയ അഖിലാധാരമതാ വെളിവും നീ കാന്ത്യാ ഞങ്ങളെ നീ താതൻ കതിരെ ശോഭിപ്പിക്കെന്നും. വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധി പരിശുദ്ധ, വേണ്ട കഷ്ടത ദുശ്ചിന്തയുമടിയാ സൽക്രിയകൾക്കുമന ശുദ്ധ്യ സംഗതി വരണേ ഞങ്ങൾക്ക്. കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും
പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യൂഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവന്റെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ കന്യക മറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധ തൃത്വത്തിൽ ഒരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ വിശ്വാസപരായേ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിശിൻ
കുറിയേലായിസോ. ഭൂരിലെ ശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്ലീഹന്മാർ പോയി. ഭൂരിലെ ശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്ലീഹന്മാർ പോയി. ജാതികളിടയിൽ ഭൂതല സീമയതോളം നൽ ഏവൻഗേലിയോ. ജാതികളിടയിൽ ഭൂതല സീമയതോളം നൽ ഏവൻഗേലിയോ. കൈക്കൊള്ളുവോർക്കൊക്കെയും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ബാറക്കുമോ. ശ്ലീഹായുടെ സ്തുതി. അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ വാത്സല്യമുള്ളവരെ, നിങ്ങളെല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവിൻ. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം. മനുഷ്യ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യശിലയാണവൻ. നിങ്ങൾ സജീവശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുതുയർത്തപ്പെടട്ടെ. യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായൊരു പുരോഹിത ജനമാവുകയും ചെയ്യട്ടെ. ബാർക്കുമോ. പൗലോസ്ലീഹ ധന്യൻ ചൊൽകേട്ടേ ഈ ദൈവം ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സബദൻ ശാപം. പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിൻ ഉപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നോ ധന്യൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ബാറക്മോർ. ശ്ലീഹായുടെ സ്തുതി. അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാൻ അത് സ്വീകരിച്ചത്, ആരും അത് എന്നെ പഠിപ്പിച്ചതുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അത് എനിക്ക് ലഭിച്ചത്. മുമ്പ് യഹൂദ മതത്തിൽ ആയിരുന്നപ്പോഴത്തെ എൻ്റെ ജീവിതത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരായ അനേകരേക്കാൾ യഹൂദ മതകാര്യങ്ങളിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു. എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ അത്യധികം തീക്ഷ്ണമതിയുമായിരുന്നു. എന്നാൽ ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. അത് അവിടുത്തെ പുത്രനെ പറ്റി വിജാതിനിടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. ഞാനൊരു മനുഷ്യൻ്റെയും ഉപദേശം തേടാൻ നിന്നില്ല. എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയതുമില്ല. മറിച്ച് ഞാൻ അറേബ്യയിലേക്ക് പോവുകയും ദമാസ്കസിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. 3 വർഷത്തിനു ശേഷം കേപ്പായെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയി. അവനോടത്ത് 15 ദിവസം താമസിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ
അപ്പോസ്തലന്മാരിൽ മറ്റാരെയും ഞാൻ കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന ഈ കാര്യങ്ങൾ വ്യാജമല്ല എന്നതിന് ദൈവം സാക്ഷിയാണ്. തുടർന്ന് ഞാൻ സിറിയ, കിലിക്യ എന്നീ പ്രദേശങ്ങളിലേക്ക് പോയി. യൂദയായിലുള്ള ക്രിസ്തുവിൻ്റെ സഭകൾ അപ്പോഴും എന്നെ നേരിട്ട് അറിഞ്ഞിരുന്നില്ല. ഒരിക്കൽ നമ്മെ പീഡിപ്പിച്ചിരുന്നവൻ താൻ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച വിശ്വാസം ഇപ്പോൾ പ്രസംഗിക്കുന്നുവെന്ന് മാത്രം അവർ കേട്ടിരുന്നു. എന്നെ പ്രതി അവർ ദൈവത്തെ നീക്കുമായി മഹത്വപ്പെടുത്തി. ബാറക്മോർ. സ്തുതിയാം ബലികളണച്ചിടുവിൻ, കർത്താവിനു പ്രിയരേ നിങ്ങൾ ശുചിയേറും കാഴ്ചകളോടെ തൻ പ്രാകാരങ്ങളിലേറി കർത്താവിനെ വന്ദിച്ചിടുവിൻ. പാവനമാതഹായിൻ മുൻപിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. ബാറക്മോർ. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായ കർത്താവ് അതിൽ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. സ്ലോമോ ലഖുൽഘു. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. Evangelio Kadisho Moranis Meshigo Kurususo Magioni Sodomen Matais Ligo Mahursone de Mahares Haye Purkono Lavolmo. വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരിലും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയാം ശരീരമെടുത്തവനും ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാരകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണിതെല്ലാം സംഭവിച്ചത്.
ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. ഉശൈനോ ലഖുൽഖു ദൈവജനനീ ധന്യേ കന്യകയേ പരിമളധൂപത്തോടുന്നീച്ചെന്നും നിന്നോർമ്മ മാതേ നിന്നോടെ പ്രാർത്ഥനയാ ലോകവ്യാപകമാം ശാന്തി തിരുസഭ തന്നിൽ സംപ്രീതി ഇവയെല്ലാം ഉളവാക്കിയിടണമേ. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് നിത്യ മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കാൻ ഇനിയും ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. ആഗതമാകുന്ന തിരുപ്പിറവിയുടെ എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് സഭ നൽകുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുമൊഴികളാണ്. വിശുദ്ധ യൗസേപ്പ് കണ്ട ഒരു സ്വപ്നമാണ് ഇന്നത്തെ സുവിശേഷത്തിലെ പ്രതിപാദ്യ വിഷയം. വേദപുസ്തകം ആദ്യം മുതൽ അവസാനം വരെ നാം മറിച്ചു നോക്കുമെങ്കിൽ സ്വപ്നങ്ങളുടെ ഒരു കലവറ തന്നെ അവിടെ ദർശിക്കാൻ കഴിയും. പഴയ നിയമ മറിച്ചു നോക്കുമ്പോൾ പൂർവ യൗസേപ്പിന്റെ സ്വപ്നം ഉൽപ്പത്തിയുടെ പുസ്തകം 28 നാം വായിക്കും. യാക്കോബിന്റെ സ്വപ്നം നമ്മൾ വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഫറവോയുടെ പാനപാത്രവാഹകനും പാചകം ചെയ്യുന്നവനും കണ്ട സ്വപ്നത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പീലാത്തോസിന്റെ ഭാര്യ കണ്ട ദുസ്വപ്നത്തെക്കുറിച്ചും പറയുന്നു മത്തായിയുടെ സുവിശേഷത്തിൽ. മത്തായിയുടെ സുവിശേഷം തന്നെ 2-ാം അധ്യായത്തിൽ വിശുദ്ധനായി യൗസേപ്പ് കണ്ട മറ്റ് 3 സ്വപ്നങ്ങളെക്കുറിച്ചും 13, 21, 22 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഏതാണ്ട് 4 സ്വപ്നങ്ങളാണ് യൗസേപ്പ് പിതാവ് കണ്ടതായി സുവിശേഷം സാക്ഷിക്കുന്നത്. നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം എപ്പോഴും വിദ്യാർത്ഥികളോടും നമ്മോടും പറഞ്ഞുകൊണ്ടിരുന്ന
ഒരു കാര്യമുണ്ട്, നിങ്ങൾ സ്വപ്നം കാണണം. ഉയരങ്ങളിൽ ഉള്ള സ്വപ്നങ്ങൾ കാണണം. സ്വപ്നങ്ങൾ നിങ്ങളുടെ ഉറക്കത്തെ, നിദ്രയെ മാറ്റിമറിക്കണം, ഉണർവുള്ളവരാക്കണം. വേദപുസ്തകത്തിലെ സ്വപ്നങ്ങൾക്ക് ദൈവികമായ ഒരു മാനമുണ്ട്. പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിലൂടെ വെളിപ്പെടുത്തി നൽകപ്പെടുന്നു. അത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോഴും പൂർവ്വ യൗസേപ്പ് സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ഇടങ്ങളിലുമൊക്കെ സുവിദിതമാണ്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം മാത്രം നമുക്ക് ഏതാനും നിമിഷം പരിശോധിക്കാം. വളരെ അടിസ്ഥാനപരമായ രണ്ട് സത്യങ്ങളിലേക്ക് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. ഒന്ന്, ഈ സുവിശേഷ ദൂത് വഴി അവൻ കന്യകാ ജന്മം പൂണ്ടവനാണ് എന്നുള്ള ദൈവീക സത്യം ഉറപ്പാക്കപ്പെട്ടു. യേശു മിശിഹ ഒരു കന്യകയിലാണ് പിറന്നത്. പരപുരുഷ ബന്ധം അവൾക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം, ദൈവിക സത്യം അടിവരയിട്ട് പറയുന്നു. ഒരു പക്ഷേ ഈ സുവിശേഷം രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളെപ്പോഴും വിശ്വാസ സത്യമായി ഉറക്കെ പറയുന്ന കന്യകാ ജന്മം, കന്യകയിൽ അവൻ ജന്മമെടുത്തു എന്ന യെശയ്യാ പ്രവാചകന്റെ പ്രവചനം, അതൊക്കെ ഒരു പക്ഷേ മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നേനെ. അവൻ കന്യകയിൽ വന്നു പിറന്നു എന്നതിൻ്റെ അടിസ്ഥാനങ്ങൾ ഇന്നത്തെ സുവിശേഷം വളരെ വ്യക്തതയിൽ നമുക്ക് കാണിച്ചു തരുന്നു. ഇതാണ് അതിൻ്റെ ദൈവശാസ്ത്ര, വേദശാസ്ത്ര അടിസ്ഥാനങ്ങൾ. രണ്ട്, ക്രിസ്മസിൻ്റെ കുടുംബ പശ്ചാത്തലം ഒരുങ്ങിയത് ഈ സുവിശേഷത്തോടു കൂടിയാണ്. ഒരു പക്ഷേ ഒരു വിപരീത ദിശയിലേക്ക് രക്ഷാകര ചരിത്രം പോകുമായിരുന്നു. യൗസേപ്പ് വിവാഹമോചനത്തിന് തയ്യാറായിരുന്നെങ്കിൽ പുതിയ നിയമത്തിലെ ആദ്യ വിവാഹമോചനവും ഒരുപക്ഷെ ഇവിടെ സംഭവിച്ചേനെ. എന്നാൽ യേശുക്രിസ്തു ഒരു കുടുംബത്തിൽ പിറന്നു, ജോസഫും മറിയവുമുള്ള ആ കുടുംബത്തിൽ അവിടുന്ന് പിറന്നു എന്ന സത്യവും വ്യാഖ്യാനിക്കാൻ, മനസ്സിലാക്കാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ സഹായിക്കുന്നു. ഈ രണ്ട് അടിസ്ഥാന സത്യങ്ങൾ ദൈവിക സത്യങ്ങളാണ്, വേദപുസ്തകം നമുക്ക് നൽകുന്ന അടിസ്ഥാനങ്ങളാണ്. നമ്മുടെ കർത്താവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാളിൽ ഡിസംബർ 8 ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന് ഒരു പുതിയ സന്ദേശം നൽകുകയുണ്ടായി. ഒരു പുതിയ തിരുവെഴുത്തിലൂടെ, പാത്രിസ് കോർദേ. അതിൻ്റെ അർത്ഥം പിതൃ സഹോദര സ്നേഹം, പിതൃതുല്യമായ വാത്സല്യം എന്നാണ്. 9-ാം പിയൂസ് മാർപ്പാപ്പ 150 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധനായ യൗസേപ്പിനെ തിരുസഭയുടെ പിതാവായി സഭയ്ക്ക് നൽകി. അതിൻ്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ തിരുവെഴുത്തിലൂടെ ഡിസംബർ 8 മുതൽ അടുത്ത ഡിസംബർ 8 വരെ വിശുദ്ധ യൗസേപ്പിനെ നമ്മൾ ആദരിക്കുന്നതും
ആ വിശുദ്ധനെ കുറിച്ച് പഠിക്കുന്നതിനും മാധ്യസ്ഥ്യം അപേക്ഷിക്കുന്നതിനുമുള്ള ഒരു വർഷമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സഭയുടെ കാവൽക്കാരൻ, തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരൻ, നല്ല മരണത്തിൻ്റെ മധ്യസ്ഥൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ, ഇങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങളിലൂടെ ഈ തിരുവെഴുത്ത് സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വർഷം പുണ്യപിതാവായ യൗസേപ്പിനെ കുറിച്ച് പഠിക്കുവാനും ആ പുണ്യപിതാവിനോട് മധ്യസ്ഥ്യം അപേക്ഷിക്കുവാനും നല്ല മരണം നമുക്ക് നേടുവാനുമുള്ള ഒരു കാലമാണ്. ഇന്നത്തെ സുവിശേഷത്തെ അടിസ്ഥാനമാക്കി 3 ചിന്തകൾ നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുക. വേദപുസ്തകത്തിൽ വിശുദ്ധ യൗസേപ്പിന് നൽകുന്ന വിശേഷണം അധികമൊന്നുമില്ല. ഒരൊറ്റ വാക്കിൽ വേണമെങ്കിൽ അതിനെ ഒതുക്കാം: നീതിമാൻ. അവൻ നീതിമാനായിരുന്നു. നീതിമാൻ എന്ന മലയാള പദത്തിൻ്റെ ഹെബ്രായ പദം, ഗ്രീക്ക് പദം ദിക്കായിയോസ് എന്നാണ്. ദിക്കായിയോസ്, ഗ്രീക്കിൽ ദിക്കായിയോസ്. അതിൻ്റെ പരിഭാഷ നിയമം പാലിക്കുന്നവൻ. പക്ഷേ യൗസേപ്പിൻ്റെ നീതി തീർത്തും വ്യത്യസ്തമായിരുന്നു. നിയമം പാലിച്ചുകൊണ്ടുള്ള നീതിയാണെങ്കിൽ അതിൻ്റെ പേര് ലൗകിക നീതി എന്നാണ്. ഒരാൾക്ക് അർഹമായത് അർഹമായ സ്ഥലത്ത് വെച്ച് അർഹമായ രീതിയിൽ നൽകുന്നതിനെ നമ്മൾ നീതി എന്ന് സാധാരണ ഭാഷയിൽ, നിയമഭാഷയിൽ മനസ്സിലാക്കുന്നു. ഇതായിരുന്നില്ല യൗസേപ്പിൻ്റെ നീതി. മറിച്ച് അത് ദൈവിക നീതിയിൽ അധിഷ്ഠിതമായിരുന്നു. എന്താണ് ദൈവിക നീതി? അത് മാനുഷിക നീതിയിൽ നിന്നും വ്യത്യസ്തമാണ്. ദൈവിക നീതിയിൽ കാരുണ്യമുണ്ട്, ദൈവിക നീതിയിൽ സ്നേഹമുണ്ട്, ദൈവിക നീതിയിൽ അവരനെ ബഹുമാനിക്കുന്ന അംശമുണ്ട്. അതിൽ ദൈവഭയത്തിൻ്റെ അടരുകളുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നാം അതിനെ ഡിവൈൻ ജസ്റ്റിസ്, ദൈവിക നീതി എന്ന് വിളിക്കുക. ഈ നീതിയാണ് പുണ്യപിതാവായ യൗസേപ്പ് പരിപാലിച്ചത്. അതുകൊണ്ടാണ് തനിക്ക് നിശ്ചയിക്കപ്പെട്ട വധു ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ യൗസേപ്പിൻ്റെ മനസ്സ് വല്ലാതെ ചഞ്ചലചിത്തമായി. 2 തരത്തിലാണ് യൗസേപ്പ് വല്ലാതെ വേദനിച്ചത്. ഒന്ന്, തൻ്റെ പ്രതിശ്രുത വധുവിന് എന്ത് സംഭവിക്കും? ഇത് നാട്ടുകാരറിഞ്ഞാൽ ആക്ഷേപമാണ്. അവളെ സമൂഹത്തിൽ തിരസ്കരിക്കും. ഒരു വിവാഹമോചനം നടക്കും. നിയമപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലുവാനുള്ള എല്ലാ നിയമസാധ്യതകളും അതിലുണ്ട്. പരപുരുഷ ബന്ധം ആരോപിക്കാം. ഇനി തൻ്റെ കാര്യമാണെങ്കിലോ താനും അപമാനിതനാകും. അതുകൊണ്ട് ആരും അറിയാതെ, മറിയത്തിന് ഒരു ഉപദ്രവവും വരാതെ, ഒരു പക്ഷേ പേരുദോഷം താൻ ഏറ്റെടുത്തുകൊണ്ട് ഒളിച്ചു പോകണമെന്ന ഒരു ചിന്ത മനസ്സിൽ കടന്നു വന്നു. എങ്കിലും നിദ്രയിലേക്ക്, ആലസ്യത്തിലേക്ക് അയാൾ ആണ്ടുപോയി. ആ നിദ്രയിലാണ് ദൈവത്തിൻ്റെ വെളിപാട് സ്വപ്നത്തിലൂടെ ലഭിച്ചത്. ജോസഫ്, നീ ശങ്കിക്കേണ്ട.
അവൾ പരിശുദ്ധാത്മാവിനാണ് ഗർഭിണിയായിരിക്കുന്നത്. അവളൊരു പുത്രനെ പ്രസവിക്കും. യേശുവെന്ന് നീ അവനെ വിളിക്കണം. അവൻ എമ്മാനുവേലായിരിക്കും. ഒരൊറ്റ സ്വപ്നം, അത് ദൈവിക വെളിപാടായി ജോസഫ് തിരിച്ചറിഞ്ഞു. ആ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചു. രക്ഷാകര ചരിത്രത്തെ മുഴുവനും ഒരു പുതിയ ദിശയിലേക്ക് അത് നയിക്കുകയാണ്. ഒരൊറ്റ സ്വപ്നത്തിൻ്റെ വെളിച്ചം രക്ഷാകര ചരിത്രത്തിൻ്റെ പ്രകാശമായി മാറുകയാണ്. ഇതാണ് യൗസേപ്പിലെ നീതിബോധം. അപരനെ ബഹുമാനിക്കുന്ന നീതി, അപരനോട് ദയ കാട്ടുന്ന നീതി, അപരനെ സ്നേഹം കൊണ്ട് ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്ന നീതി. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് ഈ നീതി അന്യമായിക്കൊണ്ടിരിക്കുന്നു. നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിലും പരസ്പരം ബഹുമാനിക്കാതെ, കാരുണ്യം കാട്ടാതെ, നിഷ്കരുണം ദാമ്പത്യ ജീവിതങ്ങൾ ഉലയുന്നതും തകരുന്നതും നാം കാണുന്നു. എത്രയെത്ര കുടുംബജീവിതങ്ങൾ ചെറിയ ചെറിയ സംശയങ്ങളുടെ പേരിൽ ഇല്ലാതാകുന്നു. ഇവിടെ യൗസേപ്പിൻ്റെ വലിയ മാധ്യസ്ഥ്യം, മാതൃക നമ്മുടെ മുന്നിൽ ദർപ്പണമാകണം. അത് വലിയ തിരിച്ചറിവിലേക്ക് നമ്മളെ നയിക്കണം. രണ്ടാമത്തെ ഒരു ചിന്ത, ഒരുപക്ഷേ വേദപുസ്തകം മുഴുവൻ മറിച്ചു നോക്കുമ്പോൾ ഉദാത്തമായ ഒരു നിശബ്ദത യൗസേപ്പിൽ കാണാം. ഇത്രയും നിശബ്ദനായ ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ ചരിത്രത്തിലുണ്ടോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളെയും ദൈവിക നിശബ്ദതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്വം തുടരുന്നു. ആരെയും പഴിചാരുന്നില്ല, ആരെയും കുറ്റമാരോപിക്കുന്നില്ല. ആ നിശബ്ദതയുടെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ സ്വരം കേട്ട് മുന്നോട്ട് പോകുന്നു. മറിയത്തെ കൊണ്ട് ബേദലഹേമിൽ പോയതും, ബേദലഹേമിൽ നിന്ന് ഈജിപ്തിലേക്ക് പോയതും, അവിടുന്ന് തിരികെ നസറത്തിൽ വന്നതും, തിരികെ ഗലീലയിലേക്ക് ഓടിപ്പോകുന്നതും ഒക്കെ നിശബ്ദ സഹനങ്ങളുടെയും ഉദാത്തമായ നിശബ്ദതയുടെ സൗന്ദര്യത്തിൻ്റെയും പ്രതീകങ്ങളാണ്. ഇന്ന് ലോകം സംഘർഷഭരിതമാണ്. എവിടെയും സംസാരമാണ്, ആരവങ്ങളാണ്, ബഹളങ്ങളാണ്. ഈ ബഹളങ്ങളിൽ ഒന്നും ദൈവിക സ്വരം തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല. ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയണമെങ്കിൽ അതിന് ആത്മീയമായ ശാന്തത വേണം, നിശബ്ദത വേണം. യൗസേപ്പ് നമ്മുടെ മുന്നിൽ വലിയൊരു മാതൃകയാണ്. നിശബ്ദതയിൽ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് തൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു വത്സല പിതാവ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും അവസാനമായി വിശുദ്ധ യൗസേപ്പിന് സഭ നൽകുന്ന മറ്റൊരു പേര് കാവൽക്കാരൻ. ഒരുപക്ഷേ കാവൽക്കാരൻ ആരാണ്? ഒരു ഭവനത്തിലെ ഏറ്റവും താണ ജോലി വഹിക്കുന്ന ആളാണ്. പക്ഷെ ആ മുഴുവൻ കുടുംബത്തിൻ്റെയും ഉറക്കം സംരക്ഷിക്കുന്നത് അയാളാണ്. ആ മുഴുവൻ കുടുംബത്തിലും സമാധാനം നിലനിർത്തുന്നത് ഈ കാവൽക്കാരനാണ്. ഈ കാവൽക്കാരൻ ഉറക്കം തൂങ്ങിയാൽ എന്ത് സംഭവിക്കും? ആ കുടുംബത്തിൻ്റെ ശാന്തത നഷ്ടപ്പെടും. സഭയുടെ, കുടുംബങ്ങളുടെ കാവൽക്കാരനാണ് പുണ്യവാനായ യൗസേപ്പ്. പ്രിയപ്പെട്ടവരെ, തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായി, യേശുവിൻ്റെ കാവൽക്കാരനായി
മറിയത്തെയും കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് ഒരു കാവൽക്കാരന്റെ വേഷത്തിൽ ഓടിപ്പോയി. തിരികെ തമ്പുരാൻ പറഞ്ഞെടുത്തെല്ലാം പോയി. ഇതാണ് ക്രൈസ്തവ ആഭിമുഖ്യം. ഞാൻ വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനാണ്, ദാസനാകുവാനാണ്. നീ മനോഭാവം നമ്മുടെ മനസ്സുകളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. എല്ലാവർക്കും വലിയ ആളുകളാകണം. ഒരു തരം മെഗലോമേനിയ, വലിപ്പം ഭാവിക്കുന്ന, എപ്പോഴും ഉന്നതത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാവം. മനുഷ്യാവതാരത്തിൻ്റെ ദൈവശാസ്ത്രം അതല്ല. എളിമപ്പെട്ടവനായി പുൽക്കൂട്ടിൽ പിറന്ന ആ യേശുവിൻ്റെ മനോഭാവമായിരുന്നു കാവൽക്കാരൻ്റെ ദൗത്യമേറ്റെടുത്ത യൗസേപ്പ് തൻ്റെ ജീവിതത്തിൽ പാലിച്ചത്. ഈ 3 ചിന്തകൾ അടുത്ത ഒരു വർഷത്തേക്ക് നമ്മെ നയിക്കട്ടെ. നമ്മിലെ നീതിബോധം, ദയയും കാരുണ്യവും സ്നേഹവും പരസ്പര ബഹുമാനവും നിറച്ചു വെച്ചിരിക്കുന്ന ദൈവിക നീതി നാം പരിപാലിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ. അതുപോലെ തന്നെ ഉദാത്തമായ നിശബ്ദത പാലിക്കേണ്ടടുത്ത് പാലിക്കണം. ദൈവസ്വരത്തിന് കാതോർക്കണം. 3, കാവൽക്കാരൻ്റെ നിയോഗമാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തെ, ഈ പ്രപഞ്ചത്തെ, സഹോദരങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്ന വലിയ ദൗത്യം ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. എല്ലാവരെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബാറയ്ക്കുമോ സ്തോമൻ കാലോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കാരുണ്യവും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരവും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗത്തിൽ നിറങ്ങി വരികയും ദാവീദിന്റെ പുത്രിയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുകയും ഗോകുൽത്തായിൽ വെച്ച് മുറിക്കപ്പെടുകയും വിശുദ്ധ സഭയിൽ വിഭജിക്കപ്പെടുകയും വിശ്വാസമുള്ള ജനത്തിന് നൽകപ്പെടുകയും ജീവനുള്ളവരെയും മരിച്ചവരെയും ആനന്ദിപ്പിക്കുവാൻ പര്യാപ്തമാകുകയും ചെയ്ത ജീവന്റെ അപ്പമായ കർത്താവിന് സ്തുതി. ദൈവീകമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ കാരുണ്യവാനായ കർത്താവിൻ്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യങ്ങളായ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനേ ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും
സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധി മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല പരേതരുടെ ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ എല്ലാ കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവാദിദൈവമേ, കർത്താദി കർത്താവേ, നിന്റെ തേജസ്സിൽ അഗ്നിമയന്മാർ പരിഭ്രമിക്കുന്നു. നിന്റെ ദർശനത്തിൽ ആത്മമയന്മാർ ചഞ്ചലപ്പെടുന്നു. ന്യായാധിപതികളുടെ ന്യായാധിപതിയും അധികാരികളിൽ ഭീതി ഉളവാക്കുന്നവനുമേ, തിരുമുമ്പാകെ ഞങ്ങൾ വന്നിച്ച് നിന്റെ ദൈവത്വത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ശ്രോപ്പേന്മാരുടെ സ്ഥാനത്ത് നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കുകയും നിന്റെ ദൈവീക രഹസ്യങ്ങളിൽ ഞങ്ങളെ സംബന്ധിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങൾ തിരുമുമ്പാകെയും ഈ പരിശുദ്ധ ബലിപീഠത്തിന്റെ സന്നിധിയിലും വിശുദ്ധിയോടെ നിന്നുകൊണ്ട് നിന്റെ ആത്മീക മേശയിൽ വെടിപ്പോടെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ മഹാകരുണയാൽ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. നിന്റെ പരിശുദ്ധ റൂഹായെ അയച്ച് ഞങ്ങളുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ അപ്പവും വീഞ്ഞും ശുദ്ധീകരിക്കണമേ. നിർമ്മലവും പ്രീതികരവുമായ ബലികൾ നിനക്കർപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും വെടിപ്പാക്കണമേ. മനസ്സിനെയും ചിന്തകളെയും ശുദ്ധീകരിക്കണമേ. എല്ലാ പാപമാലിന്യങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. നിന്റെ പരിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങൾ അർഹരായി തീരണമേ. അവരുടെ കൂട്ടത്തിലും അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവ് അങ്ങയുടെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ
പറയുന്നു. കാദീഷ് ആബോ കാദീശോ. കാദീഷ് ബ്രോ കാദീശോ. കാദീശോ. അവൻ നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല പരേതരുടെ ആത്മാക്കളിലും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും മനസ്സലിവ് തോന്നി പാപിയായ ഈ ദാസന്റെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ബാറക്കുമോർ ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവ സൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകാമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവായ യേശുമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങളെ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണ സമയം. ബാറക്കുമോർ സ്തോമൻ കാലോസ് കർത്താവേ, ഈ സമയത്ത് സ്നേഹവും യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും
സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ശ്ലോമോ ലഖുൽഘൂ അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കരുണയുള്ള കർത്താവിൻ്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമേ, പരിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഈ കൃപാനയാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. ഈ കൃപാനയാൽ ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും വാത്സല്യഭാജനങ്ങളെ ഏവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മിശിഹാതമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൽ ആയിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, വിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതി കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു.
തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവത്തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായതാ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോ അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യരായ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേ ദലവോ ലം വൽമീ. അപ്രകാരം അത്താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായുമെടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ തൻ്റെ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവീൻ, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്കു വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേ ദലവോ ലം വൽമീ. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ വരുന്നതുവരെ അനുസ്മരിക്കുകയും ചെയ്യുവീനെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സപരക്ഷാകരമായ സകല വ്യാപാരങ്ങളെയും ഓരോരുവനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകുന്ന നിന്റെ സംഭ്രമജനകമായ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയും ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന
ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബാർക്കുമോ എൻ്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സംപ്രീതിയും ഉണ്ടാകണമേ. കർത്താവേനോടുത്തരമരുളണമേ, കർത്താവേനോട് ഉത്തരമരുളണമേ, കർത്താവേനോടുത്തരമരുളി ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായിസോൻ, കുരിയേലായിസോൻ, കുരിയേലായിസോൻ. പരിശുദ്ധാത്മാവി അപ്പത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി മാറ്റട്ടെ. പരിശുദ്ധാത്മാവ് ഈ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ഈ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവന് യോഗ്യരാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്കുമോർ 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ സഭകളെ മേശുവരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാബായ്ക്ക് വേണ്ടിയും നമ്മുടെ അധിപത്രാസനത്തിന് മേൽപ്പെട്ടക്കാരൻ ആബമ്മോ കുറിലോസ് മെത്രാപൊലീതായ്ക്ക് വേണ്ടിയും നമ്മുടെ ഭദ്രാസനത്തിന് മേൽപ്പെട്ടക്കാരൻ ആബമ്മോ തെയോഡോഷ്യസ് മെത്രാപൊലീതായ്ക്ക് വേണ്ടിയും ആബമ്മോ യുലിയോസ് മെത്രാപൊലീതായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശീശന്മാർ ദയരായ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭാ മുഴുവനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്ക് ആശ്വാസപൂർണമായ ദീർഘായുസ്സും നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിലുണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വിശ്വാസ ക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരനെല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുരിയേലായിസോൻ.
താല്പര്യപൂർവം കേട്ട് നിന്റെ സഭ നിനക്കർപ്പിക്കുന്ന ബലികളും ആദ്യഫലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാന ചിത്തരാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബർക്ക്മോർ ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാശ്ലിഹായും നിബിയന്മാർ ശ്ലീയന്മാർ പ്രസംഗർ ഏവൻഗേലിസന്മാർ സഹതന്മാർ മൗദ്യന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബർക്ക്മോർ കുറ്റമില്ലാത്തതും ശ്ലൈഹികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മ പ്രേരിതരായി അവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ചൊല്ലണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. മരിച്ചുപോയ വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുത്. എന്തെന്നാൽ ശരീരികളായവരിൽ നിന്റെ ഏകപുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭ്യമാകുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു.
ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സുകൂടാതെയും അറിവോട് അറിവുകൂടാതെയും തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും അവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും പാപവിമോചകനുമായിരിക്കണമേ. സർവാദരണീയവും സംപൂജ്യവുമാ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരവും ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. തന്റെ നാമമായിരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. ശ്ലോമോ ലഖുൽഖു. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. യഹോവേ, റഹ്മാവുദാലോ ഹോറാബോ ഹൊറുകോദിലാനേഷുമിഷിഗോ അംകുലഹുൻ ആഹായ് ലവോൽമീ. അൻപുടയോനെ നിൻവാതിൽ ഹാലേലൂയ ഹാലേലൂയ മുട്ടുന്നു ദാസനാദം കൂരിലൈസോ. ഹാലേലൂയ ഹാലേലൂയ ബാരക് മോർ കുരിയേലൈസോ. ഹാലേലൂയ ഹാലേലൂയ കുരിയേലൈസോ. ആവശ്യത്താൽ യാചിക്കും. ഹാലേലൂയ ഹാലേലൂയ. അടിയാരെ തള്ളിയിടല്ലേ. കൂറിയേലൈസോ. ഹാലേലൂയ ഹാലേലൂയ. ബാരക് മോർ കുരിയേലൈസോ. ഹാലേലൂയ ഹാലേലൂയ. കുരിയേലൈസോ. ബാറക്കുമോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കരുണയുള്ള പിതാവായ ദൈവമേ, വിനയപൂർവ്വം നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായുകളും അതരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ.
പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിൽ എപ്പോഴും നീ ഞങ്ങൾക്ക് സഹായിയും പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ശ്ലോമോ ലഖുൽഘോ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അദൃശ്യമായ നിന്റെ വലത് കൈ നീട്ടി ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടുകൂടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടെയും നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. ശ്ലോമോ ലഖുൽഘോ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും വാത്സല്യഭാജനങ്ങളെ ഏവരോടും കൂടെ എന്നുമെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോ ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ രഹസ്യങ്ങൾ പരിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധരൂഹായിക്കും എന്നേക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലതും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ
കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാം ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരെ ഓർക്കേണം. നയവാന്മാർ പുണ്യപ്പെട്ടോ ഒന്നിച്ചേകുമവർ കാശ്വാസം സ്വർഗേ പുത്രൻ ദൈവം മോറിയോരാഹേ ആലൈനുവാദാരേ. സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻ വലഭാഗേ രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻ ജനമോർക്കായി പിതൃഗ്രഹവും ബാരക്കുമോ. ബോലാ ബോലാ ബറോവൽ റൂഹോ കാദീശോ. മിൻമൂലം വാദാമൽ മൂലം ഉൽമീനാമി. ഭക്തർ പുകഴ്ച ഭാജനമേ. നിന്നിലുദിച്ചോ ലേഖസുതൻ തൃക്കരഞ്ഞങ്ങളിൽ അലിവാന പക്കലപേക്ഷയാണ് കേണം. സൗമൻ കാലുസ്കുരിയേലായിസോ. വാഴ്വായി തീരണമേ മറിയാമിന്നോർമ്മ. അവൾ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട ബാരക്കുമോ. ബോലാ ബോലാ ബറോ വൽ റൂഹോ കാദീശോ. ദൈവാംബിക കന്യാ മറിയാമിന്നായി പരിമളധൂപചുരുൾ വായുവിലുയരുന്നു. മോറിയോരാഹേ ആലൈനുവാദാരേ. നിർത്തിയിടരുതേ പരിശുദ്ധേ. ഞങ്ങൾക്കായുള്ളർത്ഥന നീ ഏകാത്മജനോടർദ്ധിക്ക. ഞങ്ങളിലാർദ്രതോ നീട. നാം ശബ്ദമുയർത്തി പറയണം. പിതാവും പുത്രനും പരിശുദ്ധരുമായുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായ അങ്ങേ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് ഈ ദാസീദാസന്മാരിലേക്ക് പാപപരിഹാരം
ഇറങ്ങുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അദൃശ്യമായ അങ്ങേ വലത് കരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ ആത്മധൈര്യത്തിനുമായി നിന്റെ വിലയേറിയ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന ഈ ആരാധകരുടെ സംഘത്തെ ആശീർവദിക്കണമേ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുതമ്പുരാന്റെ കൃപ, പരിശുദ്ധമായ ദിവ്യ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും സ്വീകരിക്കുന്നവരുടെ മേലും ഇവയ്ക്കായി താല്പര്യത്തോട് ഇതിൽ പങ്കുചേരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പത്രഹിന്മേലോ ലം വൽമീ. കൃപ ചെയ്യണമലിവാ, കൃപ ചെയ്യണമോ തരമരുളി, കൃപ ചെയ്യണമേ നിനക്കു സ്തുതി, കൃപ ഞങ്ങളിലും ഉണ്ടാകട്ടെ. മിശിഹായുടെ തിരുശരീര രക്തങ്ങളാകുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. മേൽപ്പെട്ടക്കാരോടും കർത്താവിവരെ നിയമിച്ചാക്കി ഭൂമിയതെങ്കൽ അണിയിച്ചാരവരരിശം തന്നോട് സഭയെ ഇവിടെ അനവരതം ചെയ്തേറ്റി വസിക്കും സ്തുതികളതാലേ. വിണ്ണിൻ നായകനാം തന്നാഥ രഹസ്യങ്ങളതായി മണ്ണിൻ വിളവുകൾ മേൽപ്പെട്ടക്കാരൻ കാഴ്ചയണച്ചോ. തന്നുടെ പക്കലിറങ്ങി വരാനായി ആത്മാവീനെ നിന്നു വിളിച്ചിടുന്ന ഗമേനൽ ശരണത്താലേ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാ മുടി സഹദേന്മാർക്കും മൃതരിൽ കരുണയും ഉണ്ടാക. ഞങ്ങൾ ഭക്ഷിച്ച അങ്ങേ തിരുശരീരവും പാനം ചെയ്ത പുണ്യപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളുടെ രക്ഷയ്ക്കും നിത്യജീവനുമായി ഭവിക്കണമേ.
സർവശക്തനെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭൂവാകെ നമിക്കും നിന്നെ, എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃതർ തൻ ഉയർപ്പും നീ തന്നെ. കർത്താവേ, ദൈവികമാ നിന്റെ വിരുന്നിൽ സന്തുഷ്ടരായി ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്ലോമോ ലഖുൽഖു. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവവല്ലഭനും വിസ്മയനീയനുമായ ദൈവമേ, ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാരേക്കുമോ. ദാവീദിൻ സുതയേ ഭാഗ്യം, കന്യകയാം ദൈവാംബികയേ, നിന്നുദരത്തിൻ ഫലമായോൻ നിന്നോർമ്മയെ ബഹുമാനിച്ചു. ഈ ബലിയിൽ പ്രീതിപ്പെട്ട കടഭാരങ്ങൾ നീക്കണമേ. വേദന നീക്കി സുഖമേകി മായിക്കണമേ കറയല്ല. കരളലിവേറിടും താതാ, നിരുപമ കരുണ സാഗരമേ. ഇദ്ദിവസം ഞങ്ങളണച്ച തിരുബലി നീ കൈക്കൊള്ളണമേ. കാഴ്ചയിതിൽ കർത്താവേ നിൻ തിരുവുള്ളം തുഷ്ടിപ്പെട്ട് നല്ലവരാം മൃദർ പുണ്യപ്പേ ദീക്കണം. സെലോൻ ബെസ്ലോമോ ഹായിൻ ഹബീബായ്. സഹോദരങ്ങളും വാത്സല്യഭാജനങ്ങളുമേ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയം സമാധാനത്തോടുകൂടെ പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിതരും വിശുദ്ധ മാമോദി ശ്രൂഷ്മയാൽ മുദ്രിതരുമായവരുമേ,
ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ നിത്യം ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായി ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും കൃപയും പ്രാപിക്കട്ടെ. സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ പോകുവിൻ എന്നും എനിക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവീൻ. കർത്താവ് അങ്ങയുടെ കുർബാന സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്ത കരുണയാൽ കാലത്തിന്റെ തികവിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അങ്ങ് രൂപം നൽകി. അതിനെ വളർത്തി നയിക്കുന്നതിനായി മാർ ഇവാനിയോസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. ആ പുണ്യദാതന്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിന്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക് പൊതുവായും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധന്റെ മാധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി അങ്ങേ ദാസന്മാർ ഇവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. എന്റെ കടങ്ങളശേഷം നിൻ കൃപയാൽ മായിച്ചിടണമേ. എൻ പാപങ്ങളെയും നീക്കി പുണ്യമെനിക്കേകിടണമേ. ഈ കുർബാനയടച്ചുള്ളോ ഈ വന്യപിതാവിന്മേലും ഈ ശുശ്രൂഷകർ തന്മേലും ഒരുപോൽ കൃപയുണ്ട്